ഹായ് ഓൾ. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു പാഴ്സൽ വന്നിട്ടുണ്ട് കേട്ടോ പോസ്റ്റ് ഓഫീസിൽ. അപ്പോൾ അത് പോയിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആക്ച്വലി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജിൽ നിന്ന് ഒരു സാധനം അയച്ചതാണ്. ഒരു ഫ്രെയിമാണ്. അത് സർപ്രൈസ് ആണ്, ഞാനും കണ്ടിട്ടില്ല. ഫ്രെയിം ചെയ്തപ്പം ഞാൻ ആക്ച്വലി അവർ DTDC അയക്കും എന്നാണ് ഓർത്തത്. അത് ഞങ്ങളുടെ മിച്ചപ്പൻ്റെ അവിടുത്തെ അഡ്രസ്സാണ് കൊടുത്തത്. പക്ഷെ അതിപ്പം സാധനം കുറച്ച് വലുതാണ്. അപ്പോൾ പോസ്റ്റ് ഓഫീസിലാണ് വന്നത്, നമ്മുടെ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ. അപ്പോൾ അവർ പറഞ്ഞു അവിടെ പോയി കളക്ട് ചെയ്യണം. അപ്പോൾ ഇപ്പം തന്നെ 3:30 കഴിഞ്ഞ്. അപ്പം ഞാനും അക്ഷയ് കുമാറും കൂടെ ആ സാധനം വാങ്ങിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാണ്. പോയി സാധനം വാങ്ങിച്ചിട്ട് അത് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് ചെയ്യാനാ ഇങ്ങോട്ട് ഒരു ഫ്രെയിമാണ് കേട്ടോ. ഇത് ആക്ച്വലി ഒരു ഇൻസ്റ്റാഗ്രാമിലെ ഒരു പേജിൽ നിന്ന് എനിക്ക് അയച്ചു തന്നതാണ്. ഞാൻ പൊട്ടിച്ചാണ് ശരി. എനിക്കറിയാം എന്താ സാധനം, എന്നാലും ഞാൻ പറയത്തില്ല. പീസിന്റെ അവിടെ വല്ലതും പോയി അൺബോക്സ് ചെയ്യാല്ലേ? സാധനം കിട്ടിയിട്ടുണ്ട്, നമുക്കിപ്പോൾ അൺബോക്സ് ചെയ്യാട്ടോ. തോമസ് നമ്മുടെ റിച്ചപ്പം വർക്ക് ചെയ്യുന്ന അവിടെ ഞാൻ വെച്ചേക്കുന്നത്. അതുകൊണ്ട് സാധനമൊക്കെ അവിടെ കിട്ടും. പക്ഷെ ഇത് പോസ്റ്റ് ഓഫീസ് ആയതുകൊണ്ടിട്ട് പോയി വാങ്ങിക്കണമായിരുന്നു. പിന്നെ ഇച്ചിരി വലിയ സാധനമാണ് ഈ പേജിൽ നിന്ന് എനിക്ക് കിട്ടിയത്. ടാസ്ക്. പൊട്ടിച്ച് അല്ലെങ്കിൽ പൊട്ടിക്കാൻ പൊട്ടിച്ചേരാ അക്ഷയകുമാറെ. അവിടുന്ന് സാധനമൊക്കെ പൊട്ടിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവിടെ ഭയങ്കര കുറച്ച് ആൾക്കാരൊക്കെ വന്ന്, അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് സാധനം പൊട്ടിച്ചിട്ട. കുറെ നേരത്തെ അക്ഷയകുമാർ പൊട്ടിച്ചു തന്നു. അത്രയെല്ലാം അയ്യോ എന്റെ പൊന്നു വന്നിട്ട് പറ്റുന്നില്ല. ആക്ച്വലി ഞാൻ അരുൺ കൃഷ്ണൻ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവന്റെ പപ്പീസ് ആണിത്. അപ്പൊ അതായിട്ട് ഫോട്ടോ എടുത്ത് ഇൻസ്റ്റയിൽ ഇട്ടതാണ്. പക്ഷെ അങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു, അതിക്ക് പിടിക്കത്തില്ലായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട. അപ്പൊ ഇവിടെ ഈ ഒരു പേജിൽ നിന്നാട്ടോ എനിക്ക് അയച്ചത്. മോനസ് ക്രിയേഷൻസ്. ഇപ്പൊ താങ്ക്സ് മോനസ് ക്രിയേഷൻസ് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ഫ്രെയിം. നമ്മക്കെന്തൊന്നും അയച്ചു തരാത്ത? എനിക്കൊക്കെ അതിന് ആരാ അയച്ചത്? ഞാനും ആരുമല്ല, ചുമ്മാ കുറച്ച് ഫോളോവേഴ്സ് ഉള്ളത് കൊണ്ടിട്ടാ. അല്ലാണ്ട് ഞാനും ആരും ഒന്നും അല്ല. എനിക്ക് അയച്ചു തരാനാ. ആക്ച്വലി ഇൻസ്റ്റയിൽ ഇടുമ്പോ അവരുടെ പേജും കൂടെ ഒന്ന് പുറത്തുനിന്ന് നല്ല പൈസ ആകും. എനിക്ക് ആക്ച്വലി കുറെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കുറെ ഫ്രെയിം ഒക്കെ വീട്ടിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. വലുതും കുഞ്ഞതും മിനി ഫ്രെയിം കൈനടക്കും കിട്ടിയായിരുന്നു. ഇപ്പം ഒരു 2 സെറ്റ് വാച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നിധി അവിടെ നിധിക്കൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഇവർക്കൊക്കെ ഒരു ഹെഡ്സെറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അക്ഷയ്കുമാറിന്. അക്ഷയ്കുമാറിന് തന്നതിന് ലിസ്റ്റ് ഞാൻ അക്ഷയ്കുമാറിന് തന്നതിന് ലിസ്റ്റ് എടുക്കുന്നില്ല. ഓക്കെ, വണ്ടി എടുത്തോ. ആര്? ഞങ്ങളുടെ പുതിയ വണ്ടിയാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഓടിച്ച ഒരു വട്ടം ഞാനൊന്ന് ഓടിച്ചത് അവിടെ ഇച്ചിരി മുട്ടി. അങ്ങനെയല്ല കേട്ടോ, ഒന്ന് ചുമ്മാ മുട്ടിയതാണ്. വണ്ടി ഓടിക്കാൻ കൊടുത്തേ നീ തോന്നി. ഇവിടെ മാത്രല്ല അതെ നോക്കിക്കേ. ആക്ച്വലി ഇതില് കുറച്ച് പോറലൊക്കെ ഉണ്ടായിരുന്നുണ്ട്. പിന്നെ ഞാനൊന്ന് ഓടിച്ചപ്പം ഒരു ചെറിയൊരു മതില ഉണ്ടായിരുന്നു. അതൊന്ന് ചെറുതായിട്ടൊന്നും അല്ല, മുട്ടിയില്ല, അപ്പൊ തന്നെ നിർത്തി. നീ ഇത് വളവന്ന ഇപ്പൊ അറിയപ്പെടുന്നവള. നീ കൊണ്ടിടിപ്പിച്ചു വന്നല്ലുണ്ട്. ഷെകുമാറേ കുഴപ്പമില്ല, നല്ല സെറ്റ് ആക്കണം. ഞങ്ങള് കുറച്ച് വർക്ക് മീൻസ് കേടൊക്കെ ഉണ്ടായിരുന്നു വണ്ടിക്ക്. കേടല്ല, പണിയല്ലേ, വർക്ക്ഷോപ്പിൽ കയറ്റുന്നുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. പക്ഷെ എന്നാലും ബാക്കി ചെയ്യാനുണ്ട്. മറ്റേ ടിൻഡൊക്കെ ഒട്ടിക്കാനുണ്ട്. ടിൻഡ് മീൻസ് അങ്ങനെയല്ല കേട്ടോ, ചെറിയ കൂളിംഗ് ഒക്കെ ഒട്ടിക്കാനുണ്ട്. പിന്നെ ഇതൊക്കെ ഒന്ന് ചെയ്യണം, സെറ്റ് ആക്കാനുണ്ട്. കുറെ പിന്നെ സെറ്റ് ആക്കാനുണ്ട്. പിന്നെ ഫണ്ടും ഇല്ല, ഫണ്ടും സെറ്റ് ആവണം, സമയവും വേണം. അതൊക്കെ ആയിട്ട് എന്നാലും കാറ് ഓടിച്ച് കുഴപ്പമില്ല. ഇത് ആക്ച്വലി മറ്റേ ഓട്ടോമാറ്റിക് ഗിയർ ആണ്. എനിക്ക് ഓട്ടോമാറ്റിക് ആണെങ്കിൽ എനിക്ക് ഓക്കെ പോവാം. പക്ഷെ ഞാൻ പറയുന്നില്ല എന്നെങ്കിൽ ആരെങ്കിലും കൊണ്ട് ഓടിപ്പിക്കാൻ കേട്ടോ അക്ഷയ്കുമാറെ. അല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ഗിയർ അങ്ങനെ അറിയത്തില്ല. പിന്നെ യുവമാരുള്ളപ്പോ ഞാൻ ചുമ്മാ ഇടയ്ക്ക് എടുക്കും. ഒരു വട്ടം എടുത്തത് ഇങ്ങനെയും പറ്റി. എന്ത് നീ ഓടിക്കുന്ന എടുത്തോ? ഞാൻ ഓടിക്കുന്ന ഇപ്പൊ കാണിക്കുന്നില്ല, എനിക്കൊരു മൂഡില്ല. മൂഡ് വന്നാലേ ഞാൻ കാണിക്കത്തുള്ളൂ.
ഞാനൊരു വീഡിയോ ഞാൻ എൻ്റെ ഡ്രൈവിംഗ് സ്കിൽസ് കാണിച്ചു തരാം. ഒന്ന് സ്കിൽസ് കാണിച്ചതേ വേണ്ട. അതങ്ങനെ വണ്ടി ഓടിക്കുമ്പം തട്ടലും മുട്ടലും പറ്റും. ഒന്നും പറ്റാണ്ട് ആരും ഇതുവരെ ഓടിച്ചിട്ടില്ല അല്ലേ? അതെ. എന്റെ വണ്ടി ആ പലയിടത്തും കൊണ്ട് ഇടിപ്പിക്കും. എടുത്തോ വേണ്ട എടുത്തോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് വണ്ടിയൊക്കെ ഇടിച്ച് ഫ്രെയിമും കിട്ടി. ഓക്കെ ഓക്കെ ബൈ. എന്താ കേറിങ്ങോട്ട് കഴിഞ്ഞില്ല വീഡിയോ. പിന്നെ ഞാൻ ഓടിക്കണോ? വേണ്ട, അത് ഒരു വീഡിയോയില് ഫുള്ളായിട്ട് ഞാൻ ഓടിക്കുന്നത് എടുക്കാല്ലേ? അതെ, അതാ നല്ലത്. ഓടിക്കണം അറിയത്തില്ല, എല്ലാവർക്കും അറിയുകയും ചെയ്യാം. എന്നാലും ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഞാനിങ്ങനെ ഫുള്ളായിട്ട് എന്റെ വണ്ടി ഞാൻ ഓടിക്കാം. അതെങ്ങനെയുണ്ട്? വരിക്കത്തില്ലേ? അപ്പൊ ഓക്കെ, പെട്രോൾ അടിക്ക്. പെട്രോൾ അടിക്ക്. എന്റെ പൈസ ഇല്ല. പിന്നെ താനെന്തിനാ വന്നത്? പെട്രോൾ അടിക്കത്തില്ല, ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം, ജ്യൂസ് ചായ എല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുക്കണം. ആനാരെന്റെ മോനാ? ആ വലിയ അഹങ്കാരമായിരുന്നു. കയറി ഇങ്ങോട്ട്. ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫ്രെയിം കിട്ടി, വണ്ടി ഇടിച്ച് അക്ഷയ് കുമാറിനെ കുറച്ച് കളിയാക്കുകയും ചെയ്ത്. ആണ് മെയിൻ. അതിന് അക്ഷയ് കുമാറിനെ വിളിക്കുന്നത്. ഇനിയിപ്പോ ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കണം, പിന്നെ വല്ല മിണുങ്ങാനും വാങ്ങിച്ചു കൊടുക്കണം. എനിക്ക് വേണ്ട നിന്റെ ജ്യൂസ്. വെറുതെ ക്യാമറ കിട്ടിയ ജ്യൂസ് വാങ്ങിച്ചു തരുമോ, വല്ലതും കഴിക്കാൻ വാങ്ങിച്ചു തരുമോ എന്നൊക്കെ പറഞ്ഞു തരും. അപ്പൊ ഓക്കെ ബൈ ബൈ. അടുത്ത എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടാല്ലേ? നീ ഇതൊരു ദേഷ്യം പിടിപ്പിക്കുന്ന കാണിച്ചു തരാം. വേണ്ട, ഇപ്പൊ കാണിച്ചാലാണ് അക്ഷയ് കുമാർ. ഞാൻ പലതും പറയും ഇവിടെ കിടന്ന് വിളിച്ച്. പറയട്ടെ ഞാൻ അടുത്ത വീഡിയോ കാണാം.